ഞാൻ പറയുന്നു, എനിക്ക് പി എഫ് ഐ ഇവിടെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പി എഫ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഷെബിൻ ഷാകുൽ എന്ന് പറയുന്നത് ഞാൻ ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള വ്യത്യാസം ഇത് കാണുന്നവർക്ക് അറിയാം. അത് കണ്ടോ, നിങ്ങൾ പി എഫ് ഐ വെള്ള പൂശാനായിട്ട് ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും. ഞാനിവിടെ RSSനെ പറ്റി മിണ്ടുന്നില്ല. പിന്നെ ന്യായീകരണം ഞാൻ ചോദിക്കുന്നു, ഷാഹുൽ ഇങ്ങനെയല്ല സംസാരിക്കാൻ ഗട്സില്ലേ? അതിലേക്ക് വരുന്നതിന് മുമ്പാണ് ഞാൻ പി എഫ് ഐ തീർത്തില്ല. നമുക്ക് കുറച്ച് സമയമുള്ളൂ, അതിന് മുമ്പ് പറയൂ. കേരളത്തിനെ ഹൈന്ദവവൽക്കരിക്കാൻ RSSന് അജണ്ടയുണ്ട് എന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ? PFI എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ? പറയട്ടെ. PFI നിരോധിക്കപ്പെട്ടത് PFI എന്ന് പറയുന്ന പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല, അതെനിക്ക് കേൾക്കാൻ വേണ്ട. ഞാൻ ചോദിച്ചത് ഇവിടുത്തെ മുഖ്യമന്ത്രി അക്കൗണ്ടബിൾ ആയിട്ട് ഈ രണ്ട് കാര്യത്തിനെയും ഒരേപോലെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ PFIക്ക് ഇവിടെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയുണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയും സഭയിൽ പറയുകയും ഇന്റലിജൻസ് റെക്കോർഡുകൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ സമാനമായിട്ട് RSSനെ പറ്റി ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി, ഇവിടെ BJPയുടെ മുഖ്യമന്ത്രി ഇന്നുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിന്റേതോ അല്ലെങ്കിൽ UDFന്റെ LDFന്റെ അവരാരെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ ഞാൻ ഇനി മറുപടി പറയുന്നവരെ മിണ്ടരുത് കേട്ടോ. ഇതിന് മറുപടി ആയിരിക്കണം, വേറെ എന്തെങ്കിലും പറയാം. ഇതിന്റെ മറുപടിയാണ് പറയാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. കേൾക്കട്ടെ. ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്, സംശയമൊന്നുമില്ലല്ലോ. അതെന്റെ വിഷയമല്ലല്ലോ. പറയട്ടെ, അതെന്റെ ചർച്ചയല്ലല്ലോ. താങ്കൾ എന്താ ഇപ്പൊ ഇടങ്കൂരിടാതെ ഞാൻ പറയട്ടെ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത. പ്രദേശത്തിൽ ഹൈന്ദവ ഭൂമിയാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. PFI ന്യായീകരണം വന്നല്ലോ. അല്ല, എങ്ങനെ PFI ന്യായീകരണം വന്നല്ലോ? ഹൈന്ദവ ഭൂരിപക്ഷം ഉത്തരം മുസ്ലിങ്ങൾ ആക്കരുതെന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ PFI കേരളത്തിൽ മുസ്ലിങ്ങളാണോ ഹൈന്ദവരാണോ കൂടുതലുള്ളത്? അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ഇസ്ലാമികവൽക്കരിക്കുന്നത്. PFI ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നല്ലോ. PFI എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനം ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം. ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഉണ്ട് എന്ന് പറയാനുള്ള ഗട്സ് എനിക്കുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നു. താങ്കൾക്ക് അതിനുള്ള ഗട്സ് ഉണ്ടോ? അവര് ഹൈന്ദവവൽക്കരിക്കുന്ന ആരെങ്കിലും പറഞ്ഞോ? RSS എന്ന് പറയുന്ന പ്രസ്ഥാനം വർഗീയവാദം കാണിക്കുന്നു. വർഗീയവാദം എന്നല്ലല്ലോ. ഉത്തരവില്ല. അല്ല, നമ്മുടെ പോയിന്റ് ഉത്തരവില്ല. നിങ്ങൾക്ക് ചോദ്യമില്ല. നിങ്ങളുടെ ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ ചോദ്യം അതല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ ഷാഹുലെ? നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഇവിടുത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഒരു അജണ്ടയുണ്ട് എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞിട്ട് സമാനമായിട്ട് ശരിയാണ്. ഞാൻ പറയുന്നു ശരിയാണ്. അതല്ലല്ലോ എന്റെ ചോദ്യം. എന്റെ ചോദ്യം അതേപോലെ RSS ഇവിടെ ഹൈന്ദവവൽക്കരിക്കാനായിട്ട് എല്ലാവരെയും ശ്രമിക്കുന്നു എന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രി കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSS ഈക്വൽസ് PFI എന്ന് ഞാൻ സമ്മതിക്കാം. അതിന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. KSUവിന്റെ കോളേജിലെ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ, RSSന്റെ വർഗീയ രാഷ്ട്രീയം ഹൈന്ദവ ഭൂരിപക്ഷ വോട്ടുകൾക്കും ഹൈന്ദവ ഇതിനു വേണ്ടി മാത്രമാണെന്നുള്ള. സാറേ, വോട്ടാണോ സാറേ ഈ പറയുന്നത്? ഇസ്ലാമികവൽക്കരിക്കാന്ന് പറഞ്ഞ വോട്ടാണെന്നാണോ ഇരിക്കുന്നത്? PFI ന്യായീകരണം. ഇസ്ലാമികവൽക്കരിക്കാനുള്ള PFI അജണ്ട എന്ന് പറയുന്നത് വോട്ടിനാണെന്ന് നിങ്ങൾ പറയുന്നത്. PFI വെള്ളപൂശുകയോ പച്ചപൂശുകയോ ആണ് സാറേ. ഉത്തരം നാണോട്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്തുകൊണ്ടില്ല? നിങ്ങളിപ്പോ പറഞ്ഞതാ വോട്ടിന് വേണ്ടിയിട്ടാണെന്നോ? RSSന് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ ചെയ്യുന്നതാണോ സാറേ ഹൈന്ദവവൽക്കരണം? അതാണോ ഇസ്ലാമികവൽക്കരണം? അപ്പൊ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതാണോ ഇസ്ലാമികവൽക്കരണം? മുസ്ലിങ്ങളുടെ വോട്ടിന് ഞാൻ എനിക്ക് ന്യായീകരിക്കേണ്ട ആവശ്യം താങ്കൾ അല്ലല്ല. ഞാൻ വന്നിട്ട് പോലും ഇല്ല. ഞാൻ ഇപ്പോഴും PFIയുടെ കാര്യം തീർന്നിട്ടില്ല. PFIയുടെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ അതിനെ തുലനം ചെയ്ത് പറഞ്ഞെന്താ? പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഹിന്ദു. ഞാൻ ചോദിച്ച ഉത്തരം കേൾക്കൂ. ഞാൻ അത് പറയുമ്പോ നിങ്ങൾ ഓടുവാ. പിണറായി താങ്കളാണ് നിങ്ങളാണ് ഈ കൊഞ്ഞനം കാട്ടുന്നത്. തുടക്കം മുതൽ ഇസ്ലാമികവൽക്കരണം നടത്താനായിട്ടുള്ള അജണ്ട എന്ന് ചോദിക്കുമ്പോ നിങ്ങളിപ്പോ പറഞ്ഞ പോയിന്റ് എന്താ? ഉണ്ടല്ലോ, RSSനെ പറ്റി പിണറായി വിജയൻ പറഞ്ഞല്ലോ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന്. സാറേ, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇസ്ലാമികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം
ആളുകളുടെ വോട്ട് കിട്ടാനാണോ സാറേ? അതാണോ നിങ്ങളുടെ വിചാരം? എന്നിട്ട് ഇവിടെ അതാണോ നിങ്ങളുടെ വിചാരം? ഇസ്ലാമൈസേഷൻ, റാഡിക്കലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതാണോ അതിന്റെ സംഭവം? അല്ല. പിന്നെന്തോ സംഭവം? പിന്നെ ഹൈന്ദവരെ ക്രൈസ്തവരെ മുസ്ലിം ആക്കാനുള്ള പിന്നെ നിങ്ങൾ എന്തിനാ അതിന്റെ തുലനം ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, പിണറായി വിജയൻ പറഞ്ഞു ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാന്ന് പറഞ്ഞെന്തിനാ?